CPIM സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുമെന്നറിയുന്നു. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CE അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും എന്നേതാണ്ട് ഉറപ്പായി. തിരുവനന്തപുരത്ത് പന്നിയും രവീന്ദ്രൻ്റെയും വയനാട്ടിൽ ആനി രാജയുടെയും പേരുകൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു. ഈ 26-ാം തീയതി ചേരുന്ന സംസ്ഥാന നേതൃയോഗം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് CPI വൃത്തങ്ങൾ പറയുന്നത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്. ഏതാണ്ട് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. സ്ഥാനാർത്ഥി നിർണയ ചർച്ച അത് LDF അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെക്കുറെ സ്ഥാനാർത്ഥികൾ ഉറപ്പാകാനുള്ളത് 2 സീറ്റുകൾ മാത്രമാണ്. അതൊന്ന് തിരുവനന്തപുരത്തും ഒന്ന് വയനാട്ടിലുമാണ്. ബാക്കി എല്ലാ സീറ്റുകളിലും LDFന്റെ സ്ഥാനാർത്ഥികളെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. CPIയുടെ സ്ഥാനാർത്ഥികളാണ് ഇനിയും തീരുമാനമാവാനുള്ള 4-ൽ 2 പേർ. അത് വയനാടും ഒപ്പം തന്നെ തിരുവനന്തപുരവും. അതും ഏകദേശം ഇന്ന് ചേരുന്ന CPI എക്സിക്യൂട്ടീവിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ധാരണയാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിന് ചേർന്നതിന് ശേഷം ജില്ലാ എക്സിക്യൂട്ടീവുകൾ ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നിന്നും 3 പേരുകൾ വീതം ഓരോ മണ്ഡലത്തിലേക്കുമായി നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഏറെക്കുറെ CA അരുൺകുമാർ മാവേലിക്കരയിലും അതുപോലെ തന്നെ തൃശൂരിൽ VS സുനിൽകുമാറും എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഈ 2 പേരുകൾ വീതം നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വയനാട്, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ പേരത് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും ഒപ്പം തന്നെ വയനാട്ടിൽ ആനി രാജയും എന്നുള്ളതാണ് സജീവമായി പരിഗണിക്കുന്നത്. പ്രത്യേകിച്ചും പന്ന്യൻ രവീന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഈ മത്സരിക്കുന്നതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മത്സരിക്കാം എന്നൊരു നിലയിലേക്ക് എത്തുകയുമാണ്. ആ നിലയിൽ ഈ 2 മണ്ഡലം കൂടി പൂർത്തിയാകുന്നതോടുകൂടി LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏറെക്കുറെ പൂർത്തിയാകും. ഇന്നലെ CPIM അതിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയിരുന്നു. അതിന്റെ പ്രഖ്യാപനം ഈ മാസം 27-നുണ്ടാവും. CPIയുടേത് 26-നും ഉണ്ടാവും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് LDF ഒരു മുഴ മുൻപേ കളം ഉറപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ കരുത്തന്മാരെ പുറത്തിറക്കിക്കൊണ്ടുള്ളതായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ പരമാവധി വിജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കുന്നു എന്നുള്ള ചിത്രമാണ് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായത്. അതിൽ ആറ്റിങ്ങലിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ ആറ്റിങ്ങലിൽ V ജോയി മത്സരിക്കും. ഒപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ടിക്കറ്റിൽ അടൂർ പ്രകാശ് തന്നെ ആവും എന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. അതോടുകൂടി അവിടെ ഒരു വലിയ മത്സരത്തിനുള്ള സാധ്യത ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല നിലവിൽ ഔദ്യോഗികമായി UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച 2 മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലമാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ UDF ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ LDFന് വേണ്ടി M മുകേഷ് കളത്തിലിറങ്ങും. അതോടുകൂടി ഇതൊരു താര സ്വഭാവമുള്ള മത്സരത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് ആലപ്പുഴയിൽ നിലവിലെ MP AM ആരിഫ് തന്നെ എന്ന് CPIM ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ UDFന് ഇതുവരെയും അവിടെ സ്ഥാനാർത്ഥിയായിട്ടില്ല. ഈ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടു നൽകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇടുക്കിയിൽ നിലവിലെ MP ഡീൻ കുര്യാക്കോസ് തന്നെയാവും UDFന് വേണ്ടി മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ LDFന് വേണ്ടി മത്സരിച്ച ജോയ്സ് ജോർജ് തന്നെയാവും ഇത്തവണ ഇടുക്കിയിൽ മത്സരിക്കുക. അതോടുകൂടി കഴിഞ്ഞ തവണത്തെ ഇതിന്റെ ഒരു തനിയാവർത്തനം എന്ന പോരാട്ടം ഇടുക്കിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് നിലവിലെ MP ഹൈബി ഈഡനാണ് മത്സരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം എറണാകുളത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. KJ ഷൈൻ എന്ന സ്ഥാനാർത്ഥിയെയാണ് LDF CPIM അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. തൃശൂരിലും വലിയ രാഷ്ട്രീയ ശ്രദ്ധ, അത് ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം. തൃശൂരിൽ ഇതിനോടകം തന്നെ വലിയ ചർച്ച അത് ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെയും തൃശൂരിൽ കേന്ദ്രീകരിച്ച് മാത്രം നടത്തുന്നു. BJP A ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നു എന്നതുൾപ്പെടെയുള്ള നിലയിൽ വാർത്തകൾ വന്നിരുന്നതാണ്. അവിടെ BJPക്കായി സുരേഷ് ഗോപി മത്സരത്തിന് ഇറങ്ങും. അതിന്റെ പ്രചരണങ്ങൾ ഉൾപ്പെടെ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല TN പ്രതാപൻ നിലവിലെ MP ആണ്. TN പ്രതാപൻ തന്നെ UDFന് വേണ്ടി മത്സരിക്കുമെന്ന കാര്യത്തിലും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. CPI VS സുനിൽകുമാറിനെ ഇവിടെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിലാണ്. അതും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞതോടുകൂടി 3 സ്ഥാനാർത്ഥികളും ഉറപ്പായ 2 മണ്ഡലങ്ങൾ, ഏറെക്കുറെ ഉറപ്പായ 2 മണ്ഡലങ്ങളായി ഒന്ന് അത് തൃശൂരും മറ്റൊന്ന് ആറ്റിങ്ങലും മാറുന്നു. ആറ്റിങ്ങലിൽ BJPക്ക് വേണ്ടി V മുരളീധരനുമാകും മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ നിലയിലേക്കാണ് ഇപ്പോൾ ഒരു തൃശൂരിന്റെ ചിത്രം. അതും അതിനുശേഷം ആലത്തൂരിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ്. കാരണം ഒരു മന്ത്രി തന്നെ നേരിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത. LDFന് വേണ്ടി K രാധാകൃഷ്ണൻ മത്സരിക്കും. ആലത്തൂർ ഉറച്ചൊരു ഇടത് കോട്ടയായിരുന്നു. കഴിഞ്ഞ തവണയാണ് ആ കോട്ട പൊളിച്ച് രമ്യ ഹരിദാസ് വിജയിച്ചത്. ഇത്തവണ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനായി K രാധാകൃഷ്ണനെ തന്നെ LDF കളത്തിലിറങ്ങുമ്പോൾ രമ്യ ഹരിദാസിനെ തന്നെയാകും ഇത്തവണയും അവിടെ UDF അവതരിപ്പിക്കുക. പാലക്കാട് VK ശ്രീകണ്ഠൻ തന്നെ മത്സരിക്കുമ്പോൾ പാലക്കാട് LDFന് വേണ്ടി നിലവിൽ
പാലക്കാട് നിന്ന് എ വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായ എ വിജയരാഘവനെ മത്സരത്തിന് ഇറക്കാനാണ് CPM-ഉം ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു വലിയ പോരാട്ടം അവിടെയും ഉണ്ടാകും. നിലവിലെ MP ബെന്നി ബെഹനാൻ തന്നെ ചാലക്കുടിയിൽ മത്സരിക്കുമ്പോൾ MP ജയരാജനെ അവിടെ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ അവിടേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ട്. ഏറെക്കുറെ ആ സ്ഥാനാർത്ഥിത്വവും ഉറപ്പായി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല പിന്നീട് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത് മലപ്പുറം KS ഹംസയാണ്. പൊന്നാനിയിൽ നിന്നുള്ള KS ഹംസ. പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങൾ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. നിലവിൽ ഈ രണ്ട് സീറ്റുകൾ തമ്മിൽ വെച്ചുമാറാൻ നിലവിൽ പൊന്നാനിയിലെ MP ആയിരിക്കുന്ന ET മുഹമ്മദ് ബഷീറും ഒപ്പം മലപ്പുറത്തെ MP ആയ അബ്ദുൽ സമദ് സമദാനിയും ഈ പരസ്പരം സീറ്റുകൾ വെച്ചുമാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ഈ മൂന്നാം സീറ്റിൽ ഒരു ധാരണയായതിനു ശേഷം മാത്രമേ ആ നിലയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊരു അന്തിമ ധാരണയായിട്ടില്ല. ഇവർ രണ്ടുമാകും. പക്ഷേ അവർ ഏത് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കും എന്നുള്ളതിൽ UDF-ൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ KS ഹംസ എന്ന മുൻ മുസ്ലിം ലീഗ് നേതാവിനെ പൊന്നാനിയിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായി അപ്രതീക്ഷിത നീക്കമായി CPIM അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല DYFI നേതാവായ V വസീഫിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല KK ശൈലജ വടകരയിൽ നിന്ന് K മുരളീധരനെതിരെ മത്സരിക്കും. ഒപ്പം കാസർഗോഡ് നിന്ന് MV ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ മത്സരിക്കും. അങ്ങനെ ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ കണ്ണൂരിൽ മാത്രമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും KPCC അധ്യക്ഷൻ K സുധാകരൻ മത്സരത്തിന് ഇറങ്ങുമോ എന്നൊരു ചോദ്യം ബാക്കിയാകുന്നത്. എന്തായാലും ഫെബ്രുവരി അവസാനിക്കുന്നതോടുകൂടി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. മുഹമ്മദ് അനു പറയുന്നു, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം കമന്റ് പറയുന്ന പ്രേക്ഷകർ കൂടിയിട്ടുണ്ട് എന്നൊരു തോന്നൽ. ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ കമന്റ് വായന കുറേ ഒരിക്കലും അല്ല കേട്ടോ. മാത്രമല്ല ജില്ലാ സമ്മേളനം കുറച്ചുകൂടി നമ്മുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഈ 24 കണക്റ്റിൻ്റെ ഭാഗമാകുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ കുറച്ചുകൂടി സംവദിക്കാനും സംസാരിക്കാനുമുള്ള രീതിയിൽ ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ കൂടുതൽ സമയം ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുമായി ഞാനുൾപ്പെടെയുള്ള അവതാരകർ ചെലവഴിക്കാൻ ഉള്ള ശ്രമമാണ്. കാര്യം ഒരുപാട് വിനോദ പരിപാടികളെക്കാളും കൂടുതൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും നമുക്കൊന്നിച്ചങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുമെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള സംവാദ വേദിയായിരിക്കും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ജില്ലാ സമ്മേളനം കഴിയുന്നതോടെ നമ്മൾ കൂടുതൽ അടുക്കും, നമ്മൾ ഈ കൊട ഒന്നിച്ച് നിവർത്തും എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. ഇനി അതിൻ്റെ ഡേറ്റ് എന്നാണ്? മലപ്പുറത്താണ് ആദ്യത്തെ സമ്മേളനം എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ടെൻറ്റേറ്റീവായിട്ട് 1-2 തീയതികൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നതുകൊണ്ട് നമ്മളത് തെരഞ്ഞെടുപ്പ് തീയതി വരട്ടെ എന്ന് കരുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക.